പകുതി വിലയ്ക്ക് സ്ത്രീകൾക്ക് സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് നടത്തിയ തട്ടിപ്പിലെ പ്രതി അനന്തകൃഷ്ണൻ കടുത്ത BJP-കാരനാണ്. ഇവന്റെ തട്ടിപ്പിന് കൂട്ട് BJP നേതാക്കൾ. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. തട്ടിപ്പ് 1000 കോടി കടക്കുമെന്നാണ് പോലീസിന്റെ നിഗമനം. മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത അനന്തകൃഷ്ണന്റെ ഒറ്റ ബാങ്ക് അക്കൗണ്ടിൽ മാത്രം 400 കോടി രൂപ എത്തി. ഇതിൽ അവശേഷിക്കുന്നത് 3 കോടി രൂപ മാത്രമാണ്. തട്ടിപ്പിൽ കണ്ണൂർ ടൗൺ പോലീസ് എടുത്ത കേസിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയ നേതാവ് ലാലി വിൻസെന്റ് പ്രതിയായി. ഇയാളുടെ നിയമ ഉപദേഷ്ടാവായ ലാലി വിൻസെന്റ് കേസിൽ 7ാം പ്രതിയാണ്. കണ്ണൂർ ബ്ലോക്കിൽ 494 പേരിൽ നിന്ന് 3 കോടിയോളം രൂപ തട്ടിയെന്നാണ് കേസ്. അനന്തകൃഷ്ണൻ ഉൾപ്പെടെ കേസിൽ 7 പ്രതികളാണ് ഉള്ളത്. കണ്ണൂരിൽ മാത്രം 2000-ഓളം പരാതികളാണുള്ളത്. കണ്ണൂർ, തളിപ്പറമ്പ്, ശ്രീകണ്ഠപുരം, മയ്യിൽ, വളപട്ടണം, പയ്യന്നൂർ സ്റ്റേഷനുകളിലാണ് പരാതി കൂടുതലും ലഭിച്ചത്. അനന്തകൃഷ്ണനെതിരെ പരാതികളുടെ എണ്ണം കൂടി വരികയാണ്. പണം തിരികെ ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട്. BJP നേതാക്കളായ AN രാധാകൃഷ്ണനും പ്രമീള ദേവിയും സംശയത്തിന്റെ നിഴലിലാണ്. ഇവർക്കെതിരെയും ആരോപണമുണ്ട്. എന്നാൽ സീഡ് സൊസൈറ്റിയുമായി നേരിട്ട് ബന്ധമില്ലാത്തത് കൊണ്ടാണ് പോലീസ് ഇവരെ പ്രതിയാക്കാത്തത്. ലാലി വിൻസെന്റിനെ പോലീസ് അറസ്റ്റ് ചെയ്തേക്കും, ഒരു സംശയവുമില്ല. അതിനിടെ അറസ്റ്റിലായ അനന്തകൃഷ്ണനെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കും. അതേസമയം ഈ കേസിൽ BJP സംസ്ഥാന സമിതി അംഗം KN ഗീതാകുമാരി പുതിയ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തി. പലതവണയായി 25 ലക്ഷം രൂപ തന്നിൽ നിന്ന് തട്ടിയെടുത്തുവെന്നും അനന്ത് നൽകിയ ചെക്ക് മടങ്ങിയതോടെ കോടതിയെ സമീപിച്ചുവെന്നും ഗീതാകുമാരി പറഞ്ഞു. പണം വാങ്ങിയത് ബിസിനസ് ചെയ്യാനെന്ന പേരിൽ പലിശ വാഗ്ദാനം ചെയ്താണ്. പ്രമീള ദേവിയും ബിസിനസ്സിൽ കൂടെയുണ്ടെന്ന് പറഞ്ഞു. തന്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയത് പ്രമീള ദേവിക്കും അറിയാം. തട്ടിപ്പ് നടത്തിയതിനു ശേഷവും അനന്തു പ്രമീള ദേവിക്ക് ഒപ്പമുണ്ട്. പ്രമീള ദേവിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായിരുന്നു അനന്തു വിശ്വസ്തൻ ആണെന്ന് പ്രമീള ദേവിയും പറഞ്ഞിരുന്നു. തന്നെ പോലെ നിരവധി ആളുകൾക്ക് പണം നഷ്ടമായിട്ടുണ്ട്. പച്ചാളത്തുള്ള ഷെർലിക്ക് 1.5 കോടി നഷ്ടപ്പെട്ടിട്ടുണ്ട്. പണം തട്ടിയെന്ന കാര്യം BJP നേതൃത്വത്തോട് പലതവണ പറഞ്ഞതാണെന്നും ഗീതാകുമാരി പറഞ്ഞു. ഈ മൊഴിയും പോലീസ് ഗൗരവത്തോടെ എടുത്തിട്ടുണ്ട്. AN രാധാകൃഷ്ണനും ഇതിലെന്തോ ബന്ധമുണ്ടെന്നാണ് കരുതുന്നത്. ചാരിറ്റി സംഘങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ചുമതല AN രാധാകൃഷ്ണനായിരുന്നു. ഇവർ സംഘടിപ്പിച്ച ഒരുപാട് സ്ഥലത്തെ പരിപാടികളുടെ പോസ്റ്ററുകളിൽ AN രാധാകൃഷ്ണനെ കണ്ടിരുന്നുവെന്നും ഗീതാകുമാരി വ്യക്തമാക്കിയിട്ടുണ്ട്.